സുനിൽ ഐസക് നമ്മോടൊപ്പം തുടരുന്നുണ്ട്. വിജിൻ തുടരുക. സുനിൽ, അതിഗുരുതരമായ രാഷ്ട്രീയ പ്രതിസന്ധി LDF-ൽ രൂപപ്പെട്ടിരിക്കുന്നു. ഒപ്പിട്ട പദ്ധതിയിൽ നിന്നുള്ള പിന്മാറ്റം പോസിബിൾ അല്ല. അപ്പോൾ ആ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയും ഒപ്പം CPI-യെ കൂടി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തിരികെ കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ് CPM-ന് മുന്നിലുള്ള ഏക പോംവഴി. അത് എത്ര കണ്ട് സാധ്യമായ ഒന്നാണ്? ഷെഫ്ദീൻ, തീർച്ചയായും വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധി തന്നെയാണ് LDF നേരിടുന്നത്. കാരണം മുന്നണിക്കകത്ത് മാത്രമല്ല, പാർട്ടിക്കകത്ത് തന്നെ CPM-നുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എതിരഭിപ്രായങ്ങൾ ഉയരുന്നു. അല്പസമയം മുമ്പ് അവസാനിച്ച CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തന്നെ വലിയ തിടുക്കപ്പെട്ട ഇത്തരത്തിൽ ഒപ്പിടേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്ന വിമർശനമാണ് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തന്നെ ഉയരുന്നത്. അത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ മുഖ്യമന്ത്രിയും ഇക്കാര്യങ്ങൾ സെക്രട്ടേറിയറ്റിൽ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ആകുമ്പോഴും എന്തുകൊണ്ട് കൃത്യമായ പഠനം നടത്താതെ, കൃത്യമായി മുന്നണിക്കുള്ളിൽ ചർച്ച ചെയ്യാതെ, ഘടകകക്ഷികളെ കൂടി വിശ്വാസത്തിലെടുക്കാതെ എന്തിനായിരുന്നു തിടുക്കപ്പെട്ട ഇത്തരത്തിലൊരു പദ്ധതിയിലേക്ക് ഒപ്പുവെക്കേണ്ട സാഹചര്യം ഉണ്ടായത് എന്ന ചോദ്യമാണ് പ്രധാനമായും സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. മാത്രമല്ല, തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പടിവാതിൽക്കത്ത് നിൽക്കുന്ന സമയത്ത് മുന്നണിക്കുള്ളിൽ വലിയ ഭിന്നിപ്പുണ്ടെന്ന് കാണിച്ച് അത് വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുവെന്ന അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുന്നത് മുന്നണിക്ക് ഗുണം ചെയ്യില്ല എന്ന ഒരു ചർച്ച കൂടി സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും മുന്നണിയിൽ ചർച്ച ചെയ്ത് മാത്രമല്ല CPI കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള തുടർ നീക്കങ്ങൾ ഉണ്ടാവണം. അത് ചർച്ചയ്ക്കായി സെക്രട്ടേറിയറ്റ് യോഗം അത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ തന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്നത് വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് CPI അടക്കമുള്ള കക്ഷികളുമായി, പ്രത്യേകിച്ച് ഇപ്പോൾ RJDക്ക് ചെറിയ അതൃപ്തി ഉണ്ടെങ്കിൽ കൂടിയും CPIക്കാണ് വലിയ തോതിലുള്ള അതൃപ്തി. CPIയുമായുള്ള ചർച്ചയ്ക്ക് തുടർ ചർച്ചകൾക്ക് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ സെക്രട്ടേറിയറ്റ് യോഗം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് തുടർ നടപടികൾ എന്നത് സംബന്ധിച്ച ചർച്ചയുണ്ടാവും. അത് വേണ്ടി വന്നാൽ മുഖ്യമന്ത്രി തന്നെ CPIയുടെ നേതാക്കളുമായി, CPI സംസ്ഥാന നേതൃത്വവുമായി ചർച്ച ചെയ്യും എന്ന വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. വരും മണിക്കൂറുകളിൽ തന്നെ ഇത് സംബന്ധിച്ച ചർച്ചകൾ ഉണ്ടാവും. ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ CPIയുടെ സെക്രട്ടേറിയറ്റ് യോഗം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വലിയ രൂക്ഷമായ എതിർപ്പ് സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ഉയർന്നു വന്നേക്കുമെന്ന വിവരമാണ് കിട്ടുന്നത്. അതായത് പാർട്ടി CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് കഴിഞ്ഞ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ, നേതൃയോഗത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സ്വീകരിച്ച നിലപാടുകൾ, അതിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാവും. അതുമാത്രമല്ല, കൃത്യമായ വികാരം, പാർട്ടിയുടെ വികാരം മുന്നണി യോഗത്തിലും CPM-നെയും അറിയിക്കണം എന്ന നിലപാടിലാണ് മന്ത്രിമാരടക്കമുള്ള ആളുകൾ, അല്പം മുമ്പ് GR അനിൽ അടക്കമുള്ള ആളുകൾ പ്രതികരിച്ചത് നമ്മൾ കൃത്യമായി കേട്ടു. വലിയ എതിർപ്പുണ്ട്, ഏതെങ്കിലും തരത്തിൽ ഇതിന് കീഴടങ്ങേണ്ടതില്ല എന്ന നിലപാടിലേക്കാണ് പോകുന്നത്. CPIയുടെ മുമ്പിൽ പല വഴികളുണ്ട്. അത് മന്ത്രിസഭയിൽ നിന്ന് മാറി നിൽക്കുക, മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കുക മുതൽ എതിർപ്പ് അറിയിക്കുക അടക്കം വരെ നിരവധിയായ നിലപാടുകൾ എടുക്കണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. എന്തായിരിക്കും ഒരു അന്തിമ തീരുമാനം എന്നത് സംബന്ധിച്ച് ഒരു അവസാന ഘട്ടത്തിലേക്ക് തീരുമാനത്തിലേക്ക് എത്തിയാൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയൂ. പക്ഷേ അങ്ങനെയൊക്കെ ആകുമ്പോഴും ഒരു തുടർ ചർച്ച എന്ന ഒരു സാധ്യത, അങ്ങനെ ഒരു വാതിലാണ് ഇപ്പോൾ CPM തുറന്നിട്ടിരിക്കുന്നത്. അതിന് LDF കൺവീനർ കൂടി ഒരുപക്ഷെ മുൻകൈ എടുത്തേക്കും. വേണ്ടി വന്നാൽ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ചർച്ചയിലേക്ക് പോകും, ചർച്ചയ്ക്ക് തയ്യാറാവും എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ചർച്ചകൾക്ക് ശേഷം മതി കടുത്ത നിലപാടിലേക്ക് പോവുക എന്ന തീരുമാനമായിരിക്കാം ഒരുപക്ഷെ CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉയർന്നു വരിക എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ കടുത്ത നിലപാടിലേക്ക് CPI പോയാൽ അത് മുന്നണിക്കുള്ളിൽ വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തും. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള സാധ്യത കൂടി തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ അതിന് നിയമപരമായ എന്തൊക്കെ വിഷയങ്ങളുണ്ട് എന്നത് സംബന്ധിച്ച കാര്യങ്ങൾ കൂടി പുറത്തേക്ക് വരേണ്ടതുണ്ട്. കാരണം ഒരു പദ്ധതിയിൽ ഒപ്പിട്ടാൽ സ്വാഭാവികമായും ആ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയുമോ എന്നതിൻ്റെ സാധ്യതകൾ പരിശോധിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഇപ്പോൾ പറയുന്നത് ഇടത് നയത്തിന് വെള്ളം ചേർക്കാത്ത തരത്തിൽ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതാണ്. അത് കഴിയില്ല. കാരണം ഈ ഒരു പദ്ധതിയിൽ ഒപ്പിടുമ്പോൾ സ്വാഭാവികമായും അവർ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾ കൂടി അംഗീകരിച്ചുകൊണ്ട് മാത്രമേ ഒരു പദ്ധതിയിൽ ഭാഗമായി നിൽക്കാൻ കഴിയൂ. അതുകൊണ്ട് ഞങ്ങൾക്കൊരു നയം, ആ നയം അനുസരിച്ച് മാത്രമേ ഈ പദ്ധതിയിൽ നിൽക്കൂ എന്ന് LDF-ന് പറയാൻ കഴിയില്ല, അല്ലെങ്കിൽ CPM-ന് പറയാൻ കഴിയില്ല. അത് അംഗീകരിക്കുകയുമില്ല കേന്ദ്ര സർക്കാർ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇനി എന്ത് എന്നൊരു ചോദ്യം മുന്നിലുണ്ട്. അതുകൊണ്ട് വളരെ നിർണായകമായ ചർച്ചയാണ് CPI-യുമായി നടക്കേണ്ടിയിരിക്കുന്നത്. എനിക്ക് അല്പം മുമ്പ് സെക്രട്ടേറിയറ്റ് യോഗത്തിനുള്ളിൽ തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി മൊബൈൽ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് എന്ന വിവരം കൂടി നമുക്ക് പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് അത്തരം ചർച്ചകൾ, പ്രാഥമികമായ ചർച്ചകൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തിടുക്കപ്പെട്ട ഏതെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വലിയ ഒരു തീരുമാനത്തിലേക്ക് പോവരുത് എന്നൊരു നിർദ്ദേശം അല്ലെങ്കിൽ അത്തരം ഒരു അഭ്യർത്ഥന CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി മുന്നോട്ട് വെച്ചിട്ടുണ്ട്.
സ്വാഭാവികമായും CPM-ന്റെയും അതുപോലെ LDF കൺവീനറും ബിനോയ് വിശ്വമായി സംസാരിച്ചിട്ടുണ്ട്. ഈ CPM സംസ്ഥാന സെക്രട്ടറിയുടെയും ഒപ്പം LDF കൺവീനറുടെയും നിർദ്ദേശങ്ങൾ CPI-യുടെ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ബിനോയ് വിശ്വം മുന്നോട്ട് വയ്ക്കും. അതിനുശേഷം സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ കൂടി തീരുമാനം കേട്ടതിന് ശേഷം മാത്രമായിരിക്കും ഒരു തുടർ തീരുമാനത്തിലേക്ക് നടപടികളിലേക്ക് പോവുക. മാത്രമല്ല CPI-യുടെ ദേശീയ നേതൃത്വം കൂടി ഇക്കാര്യത്തിൽ അതൃപ്തി അറിയിച്ച് പരസ്യമായി രംഗത്തെത്തിയിട്ടുണ്ട്. സാധാരണഗതിയിൽ സംസ്ഥാനത്തുണ്ടാകുന്ന വിഷയങ്ങളിൽ അത്തരത്തിൽ പ്രതികരണം നടത്തുന്ന ശീലമില്ല CPI-യുടെ അഖിലേന്ത്യാ നേതൃത്വത്തിന്. അത് സംസ്ഥാന തലത്തിൽ പരിഹരിക്കപ്പെടട്ടെ എന്നൊരു തീരുമാനമാണ് സാധാരണഗതിയിൽ ഉണ്ടാവുക. പക്ഷേ ഇവിടെ കാര്യങ്ങൾ അങ്ങനെയല്ല. കാരണം ദേശീയ തലത്തിൽ തന്നെ CPI പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെല്ലാം ഒറ്റയ്ക്ക് എതിർക്കുന്ന ഒരേപോലെ എതിർക്കുന്ന കാര്യമാണ് PMC പദ്ധതി. അത് നടപ്പിലാക്കേണ്ടതില്ല എന്ന തീരുമാനം. അതിന് വിരുദ്ധമായ ഒരു നിലപാട് ഒരു സംസ്ഥാന ഘടകം എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സംസ്ഥാനം എടുക്കുമ്പോൾ LDF കൂടി CPI കൂടി ഭരിക്കുന്ന ഒരു സംസ്ഥാനം എടുക്കുമ്പോൾ സ്വാഭാവികമായും അതിൽ ശക്തമായ എതിർപ്പ് CPI-ക്കുമുണ്ട്. ഇന്നിപ്പോൾ ദേശീയ സമിതി യോഗം അവിടെ ചേരുന്നുണ്ട്. മാത്രമല്ല നാളെയും അത് തുടരുകയാണ്. നാളത്തെ യോഗത്തിലായിരിക്കും കേരളവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ PMC അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് അതുകൂടി നാളത്തെ CPI-യുടെ നേതൃയോഗം ദേശീയ നേതൃയോഗം കൂടി ഈ വിഷയം ചർച്ച ചെയ്യും. അതിനുശേഷം മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് പരസ്യ തീരുമാനത്തിലേക്ക് CPI പോകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിട്ടുള്ള തീരുമാനങ്ങൾ ദേശീയ നേതൃത്വത്തെ അറിയിക്കും. അതിനുശേഷം നാളെ ദേശീയ സമിതി യോഗത്തിൽ കൂടി എടുക്കുന്ന തീരുമാനങ്ങൾക്കനുസരിച്ചായിരിക്കും CPI എന്ത് നിലപാടാണ് ഏത് തരത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്നത് സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനത്തിൽ എത്തുകയുള്ളൂ.